മുംബൈയുടെ മണ്ണാണ്, പോരാളികൾ പിറക്കുന്ന മണ്ണ്. അവിടെ ഇന്ന് ഇംഗ്ലീഷ് പടയുടെ ഗർവ് അടിച്ചമർത്തപ്പെട്ടത് രണ്ട് സിംഹങ്ങളുടെ ഗർജനത്തിലായിരുന്നു. ഒരാൾ തന്റെ ബാറ്റ് കൊണ്ട് ആകാശത്ത് വിസ്മയം തീർത്തപ്പോൾ മറ്റൊരാൾ പന്ത് കൊണ്ട് എതിരാളികളുടെ അന്തകനായി മാറി. ആദ്യം ക്രീസിലെത്തിയത് സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന ക്ലാസ് പ്ലെയർ ആണ്. അവസരങ്ങൾ നിഷേധിച്ചവർക്കും സംശയിച്ചവർക്കും മുന്നിൽ അയാൾ തന്റെ ബാറ്റിനെ ഒരു പടവാളാക്കി മാറ്റി. ആർച്ചറുടെ തീ തുപ്പുന്ന പന്തുകളെ അതിർത്തിക്ക് പുറത്തെത്തിക്കുമ്പോൾ സഞ്ജുവിന്റെ മുഖത്ത് ആത്മവിശ്വാസത്തിന്റെ തെളിച്ചമുണ്ടായിരുന്നു. പന്തുകൾ ഗ്യാലറിയിൽ വിരുന്നിന് പോയപ്പോൾ വാങ്കഡെ ഇരമ്പിയത് ഒരേയൊരു പേരിന് വേണ്ടിയായിരുന്നു, സഞ്ജു വിശ്വനാഥ് സാംസൺ. 42 പന്തുകൾ, 89 റണ്ണുകൾ. സഞ്ജു തുടക്കമിട്ട ആ ക്ലാസ് വെടിക്കെട്ടിന് ഇഷാൻ കിഷാനും ശിവൻ ദുബെയും തീ പകർന്നു. ഫലം സ്കോർ ബോർഡിൽ 253 എന്ന ഹിമാലയൻ ലക്ഷ്യം. പക്ഷെ മറുപടി നൽകാൻ വന്ന ഇംഗ്ലണ്ട് ബദലിലൂടെ ആനടിച്ചപ്പോൾ ഇന്ത്യയൊന്നു വിറച്ചു. അവിടെയാണ് ചെസ് ബോർഡിലെ രാജാവിനെ പോലെ ഇന്ത്യയുടെ വജ്രായുധം അവതരിച്ചത് ജസ്പ്രീത് ബുംറ. റണ്ണൊഴുകുന്ന പിച്ചിലും ബുംറ പന്തെറിഞ്ഞത് മരുന്നിന് പോലും റൺസ് വിട്ടു നൽകാതെയാണ്. എതിരാളികളുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന ആ കൃത്യത, ആ യോർക്കറുകൾ, ഡെത്ത് ഓവറുകളിൽ ബുംറയുടെ പന്തുകൾ ഓരോന്നും ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷകൾക്ക് മേൽ പതിച്ച ആണിയായിരുന്നു. ബാറ്റിംഗിലും ബൗളിംഗിലും നമ്മൾ തിളങ്ങിയപ്പോൾ ഫീൽഡിംഗിൽ ഒരു മിന്നൽ പിണർ അവതരിച്ചു. അസ്കർ പട്ടേൽ ബദലും ജാക്സും ചേർന്ന് മത്സരം തട്ടിയെടുക്കുമെന്ന് തോന്നിപ്പിച്ച നിമിഷം.